നിങ്ങൾ എക്സാം എഴുതി നോക്കിയായിരുന്നോ? ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 3 ചാപ്റ്ററാണ് ഇതിനകത്ത് പറഞ്ഞു പോയിട്ടുള്ളത്. 3 ടോപ്പിക്കാണ്. ഒന്ന് കോറിലേഷൻ വന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി ഉണ്ട് അല്ലെ, കുറച്ച് ടോപ്പിക് ഇൻഡെക്സ് നമ്പർ ഉണ്ട്. അപ്പൊ ഈ പേപ്പറിൽ ഒരു 30 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വന്നു പോയത്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങൾ എപ്പോഴും ഇങ്ങനെയുള്ള പേപ്പർ ഇപ്പൊ ഈ പേപ്പറിൽ ഒരുമാതിരി മെജോറിറ്റി ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മാത്രം ആൻസർ എടുക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ഫൗണ്ടേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ ലാസ്റ്റ് എക്സാം പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഒരു 30 ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഇതിൽ 3 ടോപ്പിക്കേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. അതിൽ തന്നെ പല ക്വസ്റ്റ്യനും നല്ല രീതിയിൽ ടൈം എടുത്തിട്ട് വേണം ചെയ്തു പോകാനായിട്ട്. അപ്പൊ ഞാൻ ഇതെങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ തന്നു പോവാം. എപ്പോഴും ഫസ്റ്റ് റൗണ്ടിൽ ഈ നമ്മൾ ഒരു ടൈം കൺസ്യൂമിങ് ആവുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ഒരു കാരണവശാലും അറ്റംപ്റ്റ് ചെയ്യാൻ പാടില്ല. അത് സെക്കൻഡ് റൗണ്ട് ഓർ തേർഡ് റൗണ്ടിൽ മാത്രമേ ചെയ്തു വരാൻ പാടുള്ളൂ. ഇപ്പൊ ഈ പേപ്പർ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഭംഗിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കോറിലേഷൻ അനാലിസിസ്. അതിലെ ഫസ്റ്റ് ഓപ്ഷൻ പ്രഡിക്ഷൻ ആണ്. പ്രഡിക്റ്റിംഗ് വൺ വേരിയബിൾ ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് ദ അതർ വേരിയബിൾ. പ്രഡിക്ഷൻ നമ്മൾ പഠിക്കുന്നത് കോറിലേഷൻ അനാലിസിസിലല്ല. പ്രഡിക്ഷൻ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് റിഗ്രഷനിലാണ്. റിഗ്രഷന്റെ ഇമ്പോർട്ടൻസ് പ്രഡിക്ഷൻ ആണ്, ബട്ട് പ്രഡിക്ഷൻ ഓഫ് ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. കോറിലേഷനിൽ ഒരു സ്ഥലത്ത് നമ്മൾ പ്രഡിക്ഷൻ നമ്മൾ ചെയ്യുന്നില്ല. കോറിലേഷനിൽ ആ റിലേഷന്റെ ഇന്റൻസിറ്റി ന്യൂമറിക്കലി മെഷർ ചെയ്യുക തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് സെക്കൻഡ് ഓപ്ഷൻ. സെക്കൻഡ് അല്ലെ, എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ്. ആ റിലേഷൻ പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്ന് മാത്രമല്ല, അതിന്റെ ഇന്റൻസിറ്റി ന്യൂമറിക്കലി നമ്മൾ മെഷർ ചെയ്യുന്നില്ല. അതാണ് മെഷറിംഗ് ദ എക്സ്റ്റെന്റ് ഓഫ് റിലേഷൻ ബിറ്റ്വീൻ 2 വേരിയബിൾസ്. അതിന് ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ബോത്ത് ബി ആൻഡ് സി. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് റിഗ്രഷൻ ആണ്. റിഗ്രഷനിലാണ് നമ്മൾ പ്രഡിക്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന്റെ ഫസ്റ്റ് ആൻസർ, ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും, ബോത്ത് ബി ആൻഡ് സി. അത് നമുക്ക് അത്യാവശ്യം സബ്ജക്ട് പഠിച്ച ഒരാളെ സംബന്ധിച്ച് ഭംഗിയായിട്ട് ചെയ്തു വരാൻ പറ്റുന്നത്. അപ്പൊ അതിന് ഒരു മാക്സിമം ഒരു 30 സെക്കൻഡ്സ് പോലും വേണ്ട ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ. അവിടെ ഒരു 30 സെക്കൻഡ്സ് നമ്മൾ സേവ് ചെയ്യുന്നുണ്ട്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്ന് ഇൻ റാങ്ക് കോറിലേഷൻ ദ അസോസിയേഷൻ നീഡ് നോട്ട് ബി ലീനിയർ എന്നാണ് പറഞ്ഞത്. ഏതൊരു കോറിലേഷനിലും നമ്മൾ ഡിസ്കഷൻ ലീനിയാരിറ്റിയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ആ ലീനിയർ റിലേഷന്റെ ഇന്റൻസിറ്റിയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ റാങ്ക് കോറിലേഷൻ അസോസിയേഷൻ ഷുഡ് ബി ലീനിയർ. എല്ലാ കേസിലും ആ ലീനിയാരിറ്റി തന്നെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെ ആൻസർ സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും. ആൻസർ കിട്ടുന്നുണ്ടാവും ബി. കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഒരു റെസ്പോൺസ് ഒന്നും ഇല്ല അവിടെ നിന്ന്. ഓക്കെ ആണോ? റെഡി? വോയിസ് ക്ലിയർ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഞാൻ പറഞ്ഞു പോകട്ടെ. നോക്കിക്കോ. ഇതില് തേർഡ് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് പറയില്ല, ഫസ്റ്റ് അറ്റംപ്റ്റിൽ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. തേർഡ് ക്വസ്റ്റ്യൻ അത് റൗണ്ട് ചെയ്ത് വെക്കാം നമുക്ക്. അത് നമ്മൾ ചെയ്യും. അത് നമ്മൾ പിന്നീട് നമ്മൾ ചെയ്യും. അപ്പൊ 2 ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തു. അത് കഴിഞ്ഞ് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വന്നു. തേർഡ് ക്വസ്റ്റ്യനിൽ ലാസ്പീസ് ആൻഡ് പാഷീസ് മെത്തേഡ് നമ്മൾ പഠിച്ചതാണ്. ടൈം റിവേഴ്സൽ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇൻഡെക്സ് നമ്പേഴ്സിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത്, ഇൻഡെക്സ് നമ്പർ പഠിച്ച ഒരാൾക്കറിയാം, ടൈം റിവേഴ്സൽ ടെസ്റ്റ്. ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ടൈം റിവേഴ്സൽ ടെസ്റ്റ് എന്താ? P01 ഇൻറ്റു ടൈം റിവേഴ്സൽ ആണ്. P01 ഇൻറ്റു P10 ഈക്വൽസ് 1. ഈ ടെസ്റ്റ് നമ്മൾ ഇഷ്ടംപോലെ സ്ഥലത്ത് നമ്മളത് കണ്ടിട്ടുണ്ട്. ഒന്ന് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ, ഐഡിയൽ ഇൻഡെക്സ് നമ്പർ ആണ്. അവിടെ ഈ ടെസ്റ്റ് കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ടെസ്റ്റ് കണ്ടിട്ടുണ്ട്. സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ് ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. മാർഷൽ എഡ്ജ്വർത്ത് ഇൻഡെക്സ് നമ്പർ ഈ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും നമ്മൾ എന്ത് പറഞ്ഞിട്ടില്ല, ലാസ്പീഴ്സും പാഷീസും ഈ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അതാണ് ലാസ്പീഴ്സ് ആൻഡ് പാഷീസ് മെത്തേഡ് ഡു നോട്ട് സാറ്റിസ്ഫൈ ടൈം റിവേഴ്സൽ ടെസ്റ്റ്.
അത് 4th ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഭംഗിയായിട്ട് ആൻസർ ചെയ്യാം. ഞാൻ പറയില്ല. 5th ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ചെയ്യും. അത് നമ്മൾ മാറ്റി നിർത്തണം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മാറ്റി നിർത്തണം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പോയിരുന്നു കഴിഞ്ഞാൽ അത് കാൽക്കുലേറ്റ് ചെയ്യാം. അത് ചെയ്യണമെങ്കിൽ 3rd റൗണ്ടിൽ നമ്മൾ പാസ്സായോ ഇല്ലയോ എന്ന് നോക്കണം. ഒരു 50 ക്വസ്റ്റ്യൻസിലൊക്കെ എത്തി നിൽക്കുന്നുണ്ട് ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇങ്ങനെയുള്ളതിലേക്ക് പോകാൻ പാടും. 5th ക്വസ്റ്റ്യൻ നമുക്ക് പിന്നീട് ആൻസർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് റൗണ്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 6th വണ്ണിൽ വരുമ്പോൾ റിഗ്രഷൻ കോഎഫിഷ്യൻസ് റിമെയിൻ അൺചേഞ്ച് ഡ്യൂ ടു ഷിഫ്റ്റിംഗ് ഓഫ് അൺചേഞ്ച്ഡ് എന്നാണ് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഷിഫ്റ്റിംഗ് ഓഫ് ഒറിജിൻ സ്കെയിൽ പ്രോപ്പർട്ടി നമ്മൾ പഠിക്കുന്നത് കുറേ സ്ഥലത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്ന് സെൻട്രൽ ടെൻഡൻസിയാണ്. സെൻട്രൽ ടെൻഡൻസിയിൽ നമ്മൾ അരിത്മെറ്റിക് മീൻ, മീഡിയൻ, മോഡ് ഈ 3 മെഷേഴ്സിലും ഒറിജിനും എഫക്ട് ചെയ്യും, സ്കെയിലും എഫക്ട് ചെയ്യും. അതാണ് പ്രോപ്പർട്ടി ഓഫ് ലീനിയർ ഇക്വേഷൻ. Property of linear equation satisfied by 3 measures, arithmetic mean, median and mode. അവിടെ ഒറിജിനും എഫക്ട് ചെയ്യും, സ്കെയിലും എഫക്ട് ചെയ്യും. ഡിസ്പേർഷനിൽ വരുമ്പോൾ നമ്മൾ പഠിച്ചത് ഡിസ്പേർഷനിൽ ഒറിജിൻ എഫക്ട് ചെയ്യില്ല, പക്ഷെ ഏത് എഫക്ട് ചെയ്യും? സ്കെയിൽ എഫക്ട് ചെയ്യും. റേഞ്ച്, ക്വാർട്ടർ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എല്ലാ മെഷേഴ്സിലും സ്കെയിലിന്റെ ഇമ്പാക്ട് മാത്രമേ ഉണ്ടാവൂ. ഒറിജിൻ ഷിഫ്റ്റ് ചെയ്താൽ ആൻസറിൽ ചേഞ്ച് വരില്ല. പിന്നെ നമ്മൾ കോറിലേഷനിൽ വന്നു അല്ലെ. കോറിലേഷനിൽ വന്നപ്പോൾ അവിടെ പഠിച്ചത് അവിടെ ഒറിജിനും എഫക്ട് ചെയ്യില്ല, സ്കെയിലും എഫക്ട് ചെയ്യില്ല. ഒറിജിനും സ്കെയിലും എഫക്ട് ചെയ്യാത്ത മെഷറാണ് കോറിലേഷൻ കോഎഫിഷ്യന്റ്. പിന്നെ റിഗ്രഷനിൽ വന്നു. റിഗ്രഷൻ കോഎഫിഷ്യൻസ് ആർ ഓൺലി എഫക്റ്റഡ് ബൈ, പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമോ? റിഗ്രഷൻ കോഎഫിഷ്യൻസിൽ എഫക്ട് ചെയ്തത് ഏതാ ഒന്ന് പറഞ്ഞ്. റിഗ്രഷൻ കോഎഫിഷ്യൻസ് ആർ ഓൺലി എഫക്റ്റഡ് ബൈ, ഒരെണ്ണം മാത്രമേ എഫക്ട് ചെയ്യൂ. എനിബഡി? ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിട്ടാലും മതി. Regression coefficients are only affected by, ഓർക്കുന്നുണ്ടോ? ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. റിഗ്രഷൻ പറഞ്ഞിട്ടുണ്ട്. റിഗ്രഷൻ കോഎഫിഷ്യൻസ് ആർ ഓൺലി എഫക്റ്റഡ് ബൈ സ്കെയിൽ. സ്കെയിൽ മാത്രമേ എഫക്ട് ചെയ്യൂ കേട്ടോ. അപ്പൊ അതാണ് പറഞ്ഞത്. റിഗ്രഷൻ കോഎഫിഷ്യൻസ് റിമെയിൻ അൺചേഞ്ച് ഡ്യൂ ടു ഷിഫ്റ്റിംഗ് ഓഫ് ഒറിജിൻ. ഷിഫ്റ്റ് ചെയ്താൽ അവിടെ ചേഞ്ച് വരില്ല. ചേഞ്ച് വരുന്നത് ഏതാണ്? സ്കെയിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് ആൻസറിന് ചേഞ്ച് വരുന്നത്. റിഗ്രഷൻ കോഎഫിഷ്യൻസ് റിമെയിൻ അൺചേഞ്ച് ഡ്യൂ ടു ദ ഷിഫ്റ്റിംഗ് ഓഫ് ഒറിജിൻ. ഒറിജിൻ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആൻസറിൽ ചേഞ്ച് വരുന്നില്ല, പക്ഷെ സ്കെയിലാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആൻസർ ചേഞ്ച് വരും. അപ്പൊ അത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ എടുക്കാനായിട്ട് പറ്റും. ഇനി ഏതാ ക്വസ്റ്റ്യൻ വരുന്നത്? 7th വൺ ഒക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. സെവൻത് വൺ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ തന്നിട്ടുണ്ട് R². റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഓൺ വൈ 4ഉം റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് അതെ നമ്മൾ പഠിച്ച പ്രോപ്പർട്ടിയാണ്. BXYയും BYXും മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾ പഠിക്കുന്നതാണ്. 2 റിഗ്രഷൻ കോഎഫിഷ്യൻസ് BXY ഇൻറ്റു BYX ഈക്വൽസ് R² എന്ന് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ R² ഡിറ്റർമിനേഷൻ R² അവർ തന്നിട്ടുണ്ട്. റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഓൺ വൈ BXYയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു BYX ഈക്വൽസ് 0.64. അപ്പൊ ആൻസർ കിട്ടണം BYX ഈക്വൽസ് 0.64 ഡിവൈഡഡ് ബൈ, നിങ്ങളൊന്ന് കാൽക്കുലേറ്റർ ഉള്ളവരൊന്ന് ചെയ്ത് നോക്കിക്കോ. 0.64 ഡിവൈഡഡ് ബൈ എത്ര പേരെന്ന് നോക്കിക്കേ. 0.64 ഡിവൈഡഡ് ബൈ 4 വിച്ച് ഇസ് ഈക്വൽ ടു ആൻസർ അവിടെ കിടക്കുന്നുണ്ട് 0.16. അപ്പൊ ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. 8th ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിച്ച് നോക്കുന്ന കൂട്ടത്തിൽ കുറെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തെടുക്കാൻ പറ്റും. ഇനി the variable whose value is taken as base for estimating the value of a given variable. എസ്റ്റിമേഷൻ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എവിടെ മാത്രം? റിഗ്രഷനിൽ മാത്രമാണ്. റിഗ്രഷന്റെ ഇമ്പോർട്ടൻസ് പ്രഡിക്ഷൻ ആണ്. പ്രഡിക്ഷൻ ഓഫ് ഏത് വേരിയബിൾ? ഡിപ്പെൻഡന്റ് വേരിയബിൾ. അപ്പൊ ഡിപ്പെൻഡന്റ് വേരിയബിൾ പ്രഡിക്റ്റ് ചെയ്യണമെങ്കിൽ അവർ ക്വസ്റ്റ്യനിൽ എന്ത് തരണം? ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ വാല്യൂ അവർ ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ ഈൽഡാണ് പ്രഡിക്റ്റ് ചെയ്യുക. റെയിനും ഈൽഡും വരുമ്പോൾ ഈൽഡിന്റെ വാല്യൂ ആണ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുക. റെയിൻ ആരും പ്രഡിക്റ്റ് ചെയ്യില്ല. പ്രഡിക്ഷൻ എന്നും ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്.
അപ്പൊ ക്വസ്റ്റ്യനിൽ അവർ നിങ്ങൾക്ക് തരുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ആ ക്വസ്റ്റ്യനിലേക്ക് നോക്കി, ദ വേരിയബിൾ ഹൂസ് വാല്യൂ ഈസ് ടേക്കൺ ആസ് ദ ബേസ് ഫോർ എസ്റ്റിമേറ്റിംഗ് ദ വാല്യൂ ഓഫ് എ ഗിവൺ വേരിയബിൾ. ബേസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്, ആ ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ബേസ് ആയിട്ട് അവർ തരുന്നത് ഏതായിരിക്കും? ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് അവർ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് തരിക. അപ്പൊ പ്രൊഡിക്ഷൻ ആണ്. അപ്പൊ ഓർത്തിരുന്നാൽ മതി, നമ്മൾ എന്നും പ്രൊഡിക്ട് ചെയ്യുന്നത് ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അത് പ്രൊഡിക്ട് ചെയ്യണമെങ്കിൽ അവർ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എന്ത് തന്നേ പറ്റൂ? ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ വാല്യൂ അവർ ക്വസ്റ്റ്യനിൽ തരും. ഞാൻ ഇതിൽ നോക്കുന്ന ആൻസർ കീ ഇവർ കൊടുത്തിട്ടുള്ളത് കറക്റ്റ് ആണോ എന്നാണ് നോക്കുന്നത്. കറക്റ്റ് ആണ്. ഇനി 9th question. If data is collected for two variables simultaneously, ഡാറ്റ നമ്മൾ എക്സും വൈയും ഒരുമിച്ച് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്നും പഠിക്കുന്നതാണ്, അത് ബൈ വേരിയേറ്റ് ഡാറ്റയാണ്. അപ്പൊ കുറെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്തെടുക്കാൻ പറ്റും. അതിൽ അത് നോക്ക് പോലും വേണ്ട. പിന്നെ നമ്മൾ പഠിക്കുന്നത് സ്പ്യൂരിയസ് കോറിലേഷൻ ആണ്. സ്പ്യൂരിയസ് കോറിലേഷൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കില് നമ്മൾ കോറിലേഷൻ പഠിക്കുന്ന സമയത്ത് സ്കാറ്റർ ഡയഗ്രാം, കാൾ പിയേഴ്സൺ കോറിലേഷൻ, റാങ്ക് കോറിലേഷൻ, കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ്, ഇതൊക്കെയാണ് ടെക്സ്റ്റിലുള്ളത്. അതിൽ സ്പ്യൂരിയസ് കോറിലേഷൻ എന്ന് പറയുന്ന ചെറിയൊരു നോട്ട് അതിൽ പറഞ്ഞു പോകുന്നുണ്ട്, എക്സസൈസിൽ ക്വസ്റ്റ്യൻസിൽ കാണുന്നുണ്ട്. അതിൽ ഓർത്തിരിക്കേണ്ടത് ഇതാണ്: രണ്ട് വേരിയബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഹൈലി കോറിലേറ്റഡ് ആയിരിക്കും. എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ ഹൈലി കോറിലേറ്റഡ് ആണ്. പക്ഷെ ഇവ തമ്മിൽ ഒരു ഡയറക്റ്റ് റിലേഷൻ, കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാലഘട്ടം, ഇപ്പോ നല്ല ചൂട് കൂടിയിരിക്കുന്ന സമയത്ത്, ഒരു നല്ല സമ്മർ സീസണിൽ അവർ പറയുന്നത് എങ്ങനെയാണ്? കോറിലേഷൻ ബിറ്റ്വീൻ സെയിൽ ഓഫ് ഐസ്ക്രീംസ്, ഐസ്ക്രീമിന്റെ സെയില് ഈ സീസണിൽ ഇൻക്രീസിങ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് എക്സാമ്പിൾ വരുന്നത്. ഒരു വേരിയബിൾ എന്ന് പറയുന്നത് ഐസ്ക്രീമിന്റെ സെയിലാണ്. ആ ഡ്യൂറേഷനിൽ, ഈ പറയുന്ന ഏപ്രിൽ മെയ് ഡ്യൂറേഷനിൽ ഐസ്ക്രീമിന്റെ സെയിൽ ഇൻക്രീസിങ് ആയിരിക്കും. ഈ ഡ്യൂറേഷനിൽ കുട്ടികളിലൊക്കെ ഉണ്ടാവുന്ന ചിക്കൻ ബോക്സിന്റെ റേറ്റും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഐസ്ക്രീമിന്റെ സെയിലും വൈ എന്ന് പറയുന്നത് ചിക്കൻ ബോക്സിന്റെ നമ്പറുമാണ്. ഇത് രണ്ടും ഈ കാണുന്ന ഏപ്രിൽ മെയ് മന്തില് വളരെ കൂടുതലായിരിക്കും. ഇത് കൂടാൻ കാരണക്കാരൻ മിഡിൽ നിൽക്കുന്ന ഒരു ഫാക്ടർ ഉണ്ട്, ഹിഡൻ ഫാക്ടർ, ടെമ്പറേച്ചർ ആണ്. ഈ ടെമ്പറേച്ചർ കൂടുന്നത് കൊണ്ടാണ് സെയിലിന്റെ, ഐസ്ക്രീമിന്റെ സെയിൽ കൂടുന്നത്. ഈ ടെമ്പറേച്ചർ കൂടുന്നതുകൊണ്ടാണ് ഇത്തരം സ്മോൾ പോക്സ്, ചിക്കൻ പോക്സ് പോലുള്ള ഡിസീസ് വളരെ കൂടുതൽ ഉണ്ടാകുന്നത്. പക്ഷെ അവിടെ ഡയറക്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഇവ തമ്മിലൊരു അസോസിയേഷൻ നമുക്ക് കാണാൻ പറ്റില്ല. അതാണ് അവരെടുത്ത് പറയുന്നത്. വാട്ട് ഈസ് സ്പ്യൂരിയസ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഏതോ ഒരു ഓപ്ഷനിൽ അത് പറയുന്നുണ്ടാവും. ഇറ്റ് ഈസ് കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ് ഹാവിംഗ് നോ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ആണ് അവിടെ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അങ്ങനെ പക്ഷെ ഹൈലി കോറിലേറ്റഡ് ആയിരിക്കും. ഇത്തരം കേസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്പ്യൂരിയസ് കോറിലേഷൻ. ഇതൊരു നല്ല എക്സാമ്പിൾ. ഇങ്ങനെയുള്ള എക്സാമ്പിൾസ്, ഡയറക്റ്റ് റിലേഷൻ നമുക്ക് ഒരിക്കലും കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ ഇത് രണ്ടും ഇൻക്രീസിങ്, സെയിം ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. അത് ചെയ്തെടുക്കാൻ പറ്റും. ഇനി പറയുന്നത് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ, പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഈസ് വെരി ക്ലോസ് ടു. പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട കണ്ടീഷൻസ് നമ്മൾ പറയുന്നുണ്ട്. ബൈനോമിയലിന്റെ ലിമിറ്റിംഗ് കേസ് ആണ്. n ടെൻസ് ടു ഇൻഫിനിറ്റ്, n ഈസ് വെരി ലാർജ്, p ടെൻസ് ടു 0, p ഈസ് വെരി സ്മോൾ, ആൻഡ് തേർഡ് വൺ np ഈക്വൽസ് ലാംഡ, ദാറ്റ് ലാംഡ ഷുഡ് ബി ഫൈനൈറ്റ്. ഇതാണ് അവരെടുത്ത് പറയുന്നത്. റിയൽ ലൈഫിൽ വെരി റെയർ ഇവന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരേ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉള്ളൂ. അതാണ് ഇത് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ. അതാണ് പറഞ്ഞത്. ഇൻ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഈസ് വെരി ക്ലോസ് ടു 0. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻ ഏതൊരു പേപ്പറിലും ഉണ്ടാവും. അപ്പൊ ഇത് പെട്ടെന്ന് കിട്ടും. സ്പ്യൂരിയസ് കോറിലേഷന്റെ ആൻസർ കിട്ടും. രണ്ട് വേരിയബിൾസും കളക്ട് ചെയ്യുകയാണെങ്കിൽ ബൈവേരിയേറ്റ് ആണ്. പ്രൊഡിക്ട് ചെയ്യുന്നത് ഡിപ്പെൻഡന്റ് ആണ്. പ്രൊഡിക്ഷന് വേണ്ടി ബേസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണ്. ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻ ഏതൊരു പേപ്പറിലും, ആര് പേപ്പർ ഇട്ടാലും ഉണ്ടാവും. പിന്നെ പേപ്പർ ഇടുന്ന ആളുകൾ അവരുടെ ഒരു സ്കില്ല് കാണിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് CA എക്സാമിലൊക്കെ കുറെ ക്വസ്റ്റ്യൻ അതുപോലെ ഇടും. നമ്മൾ അതിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇനി നോക്കേണ്ടത്, ഇതൊരു ചെറിയ പ്രോബ്ലം ആണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഒരു ഡ്യൂറേഷൻ ആണ്, കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് ആണ് ഉദ്ദേശിച്ചത്. ഇവിടെ എൻട്രി എന്ന് മാറിപ്പോയതാണ്. CLI, കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് 110 നിന്ന് 200 ഇൻക്രീസ് ചെയ്തു. 110 to 200. സാലറി 330 to 500 ഇൻക്രീസ് ചെയ്തു. ദെൻ ഇൻ റിയൽ ടേംസ്, ഇൻ ടേംസ് ഓഫ് റിയൽ വാല്യൂ ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഏത് സെന്ററിൽ പഠിച്ചവരാണെന്ന് എനിക്കറിയില്ല. റിയൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ഏത് സെന്ററിലാണെങ്കിലും നമ്മൾ പഠിക്കുന്ന ഒരു ഫോർമുലയുണ്ട്. റിയൽ വാല്യൂ കാൽക്കുലേഷനിൽ കറന്റ് പ്രൈസ് ബൈ കറന്റ് പ്രൈസ് ഇൻഡെക്സ്. ഇതിപ്പോ നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. CPI നിങ്ങൾക്ക് തന്നിട്ടുണ്ട്.
110 to 200 ഇൻക്രീസ് ചെയ്തു. സാലറി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സാലറി തന്നത് 330 ആയിരുന്നു അന്ന്. ഇന്ന് എത്രയായി? 500 ആയി. അവർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് ഇൻ ടേംസ് ഓഫ് റിയൽ വാല്യൂ, ഇദ്ദേഹത്തിന് ഗെയിൻ ആണോ ലോസ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. റിയൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? കറന്റ് പ്രൈസ് ബൈ ഇൻഡെക്സ്. അപ്പോൾ ആദ്യം ഇൻഡെക്സ് 110 നിന്ന സമയത്ത് റിയൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അന്ന് പ്രൈസ് 330 ഉണ്ടായിരുന്നു. അന്ന് പക്ഷേ ഇൻഡെക്സ് എത്രയാണ്? 110 ആണ്. കറന്റ് പ്രൈസ് ഇൻഡെക്സ് ഇൻറ്റു 100. അന്ന് നമുക്ക് കിട്ടുന്നത് 300 ആണ്. അന്ന് കിട്ടുന്നത് റിയൽ വാല്യൂ. പക്ഷെ അടുത്ത കേസിലേക്ക് വന്നപ്പോൾ, അടുത്ത ഇയറിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇൻഡെക്സ് കൂടി 200 എത്തി, സാലറിയും കൂടിയിട്ടുണ്ട്. പക്ഷെ അതിന് പ്രൊപ്പോർഷനിലാണോ എന്ന് നോക്കണമെങ്കിൽ റിയൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അന്ന് റിയൽ വാല്യൂ നോക്കുമ്പോൾ അന്ന് പ്രൈസ് 500 ആണ്, അന്ന് ഇൻഡെക്സ് 200. ആ ഫോർമുല ഓർത്തിരുന്നാൽ മതി. റിയൽ വാല്യൂ കറന്റ് പ്രൈസ് ഇൻഡെക്സ് ഇൻറ്റു 100. ഇത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം 250 ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ ഡ്യൂറേഷൻ 2015 ഇത് 2023 ആണെങ്കിൽ 2015 അന്ന് റിയൽ വാല്യൂ 300 ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് റിയൽ വാല്യൂ എത്രയുള്ളൂ? 250 ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിന് ആൻസർ ഏത് പറയുന്നത്? ലോസ് ഓഫ് ₹50. ആ ക്വസ്റ്റ്യൻ, ഇതുപോലുള്ള കുറെ ക്വസ്റ്റ്യൻസ് അതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇൻ ടേംസ് ഓഫ് റിയൽ വാല്യൂ, റിയൽ ടേംസ് എന്ന് വരുന്ന ക്വസ്റ്റ്യനിലൊക്കെ റിയൽ വാല്യൂ കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്തിട്ട് വേണം ഓപ്ഷനിലേക്ക് പോകാൻ. ഇതൊരു ചെറിയ ക്വസ്റ്റ്യൻ ആണ്. വേണമെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ തന്നെ കുറെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ സർക്കുലർ ടെസ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ്. ടൈം റിവേഴ്സലിന്റെ എക്സ്റ്റൻഷൻ ആണ്. P01 into P12 into P20 equals 1. ഇത് തന്നെയാണ് ഓപ്ഷൻ എന്ന് തോന്നുന്നു. ബാക്കിയൊക്കെ തിരിച്ചു മറിച്ച് എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. P01 into P12 into P20 equals 1. ഇത് തന്നെ ആയിരിക്കാം ഓപ്ഷനിലെ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത്. നോക്കട്ടെ. P01 കറക്റ്റ് ആണ്. P01 into P, ബാക്കിയുള്ളത് P02 P21 അങ്ങനെ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. മറ്റത് ബൈനോമിയൽ ആണ്. 14th ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാൽ കാണാം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ എക്സ്പെക്ടഡ് വാല്യൂ എന്നും ഓർത്തിരിക്കണം. എക്സ്പെക്ടഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ മീനാണ്. മീൻ തന്നിരിക്കുകയാണ്. ബൈനോമിയലിന്റെ മീൻ NP ഇസ് ഈക്വൽ ടു 2. വേരിയൻസ് തന്നിട്ടുണ്ട്. NPQ ഈക്വൽസ് 4/3. ആ NPക്ക് നമുക്ക് 2 എൻ്റർ ചെയ്യാം. NPക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മീൻ ആണ്. മീൻ 2 ആണ്. NP2. അപ്പൊ NPക്ക് 2 എൻ്റർ ചെയ്യുമ്പോൾ 2Q ഈക്വൽസ് 4/3. ഈ 2ഉം 4ഉം കട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ 2 വരും. Q 2/3 ആണെങ്കിൽ Pയുടെ വാല്യൂ 1/3 കിട്ടും. Q 2/3. അപ്പൊ P is 1/3. അവർ ക്വസ്റ്റ്യനിൽ NP2 എന്ന് പറഞ്ഞിട്ടുണ്ട്. NP ഈക്വൽസ് 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ Pക്ക് 1/3 കൊടുക്കുമ്പോൾ N into 1/3 ഈക്വൽസ് 2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. N is equal to 6. അപ്പൊ അത് ഇവിടെ ഒന്ന് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്നൊരു ടേം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്നുമല്ല, മീനാണ്. ബൈനോമിയലിന്റെ മീൻ NP, വേരിയൻസ് NPQ ആണ്. N ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മീൻ NP 2 കൊടുത്തു, NPQ 4/3 കൊടുത്തു. ആ NPQന്റെ NPQ വാല്യൂ നമ്മൾ 2 എൻ്റർ ചെയ്തപ്പോൾ 2Q ഈക്വൽസ് 4/3. അപ്പോൾ അതിൽ 2ഉം 4ഉം കട്ട് ചെയ്തു, 2 കിട്ടി. Q ഈസ് ഈക്വൽ ടു 2/3, then P ഈസ് ഈക്വൽ ടു 1/3. ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണ്. 15th ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ 15th ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിക്കുന്നതാണ്. ഇൻഡെക്സ് നമ്പേഴ്സ് കുറേ ഉണ്ട്. അതിൽ സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ് ഉണ്ട്, സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ്, വെയ്റ്റഡ്, ലാസ്പിയേഴ്സ്, പാഷേഴ്സ്, ഫിഷേഴ്സ്, മാർഷൽ, കെല്ലീസ് കുറേ പഠിക്കുന്നുണ്ട്. അതിൽ ബൗലീസ് ഇൻഡെക്സ് നമ്പർ ആണ്. അത് എന്നും ഓർത്തിരിക്കണം. L+P/2, ലാസ്പിയേഴ്സ് പ്ലസ് പാഷേഴ്സ് ഡിവൈഡഡ് ബൈ 2. അതിൽ B ഓൾറെഡി അവർ തന്നിട്ടുണ്ട് അല്ലെ, 150 ആണ്. 150 ഈക്വൽസ് L is 180 plus 180 plus P divided by 2. Cross multiply ചെയ്യുമ്പോൾ 300 is equal to 180 plus P. കറക്റ്റ് ആണ്. 300 equals 180 plus P. കറക്റ്റ് ആണ്. അപ്പൊ Pയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 300 minus 180. ഇതിൽ ആൻസറിൽ ഉണ്ടോ നോക്കി 120. യെസ്, ആൻസറിൽ കറക്റ്റ് ആണ് 120. ഇതൊക്കെ ചെറിയ ക്വസ്റ്റ്യൻ ആണ്. ഇനി the correlation coefficient between two variables is 0.7. The percentage of variation unaccounted. പറയാൻ പറ്റുമോ ആർക്കെങ്കിലും ഇത് ഏതാ ക്വസ്റ്റ്യൻ? പെർസെൻറ്റേജ് ഓഫ് വേരിയേഷൻ അൺഅക്കൗണ്ടഡ്.
അൺഅക്കൗണ്ടഡ് എന്നാണ് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ പണ്ട് പഠിച്ച് ഡിറ്റർമിനേഷൻ ആണ്. കോറിലേഷന്റെ സ്ക്വയർ ആണ്. കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ സ്ക്വയർ ഡിറ്റർമിനേഷൻ ആണ്. പണ്ട് നമ്മൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇത് പണ്ട് നമ്മൾ എടുത്ത ടോപ്പിക് ഇങ്ങനെയാണ്. ഓർമ്മയിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. 6.5 ആണ്. റെയിനും ഈൽഡും നമ്മൾ എക്സാമ്പിളിൽ പറഞ്ഞിട്ടുണ്ട്. റെയിൻ ഈൽഡ് ഡിപ്പെൻഡന്റ് വേരിയബിൾ ഈൽഡ് ആണ്. റെയിനും ഈൽഡും തമ്മിലുള്ള കോറിലേഷൻ 0.5, then r square equal 0.25. ഞാൻ പണ്ട് എക്സാമ്പിൾ പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ്. ഒരു സീസണിൽ നമുക്ക് 500 കിലോഗ്രാം ഈൽഡ് കിട്ടി. ഇതേ പ്ലോട്ടിൽ നിന്ന് അടുത്ത സീസണിൽ സെയിം ഈൽഡ് കിട്ടുമെന്ന് ഒരുറപ്പുമില്ല. ചിലപ്പോൾ അത് 620 കിലോഗ്രാംസ് കിട്ടാം. അതിൽ നമ്മൾ അനാലിസിസിലെ 2 വേരിയബിൾസിൽ എക്സ് എന്ന് പറയുന്നത് റെയിൻ ആണ്. അങ്ങനെ സെറ്റ് ചെയ്യാം. വൈ ഇറ്റ് ഈസ് ഈൽഡ്. നമ്മൾ ആർ സ്ക്വയറിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താണോ ടോട്ടൽ വേരിയേഷൻ 120 കിലോഗ്രാംസിന്റെ ഫ്ലക്ച്വേഷൻ ആണ്. ഈ 120 കിലോഗ്രാംസിന്റെ ഫ്ലക്ച്വേഷനിൽ 25% വേരിയേഷൻ, ആർ സ്ക്വയർ 0.25, 25% വേരിയേഷൻ ഈസ് ഡ്യൂ ടു ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ റെയിൻ, and the remaining 75% variation is due to some other factors. ഈ other factorsനെയാണ് നമ്മൾ നോൺ ഡിറ്റർമിനേഷൻ എന്നാണ് പറയുക. അതാണ് പെർസെൻറ്റേജ് ഓഫ് വേരിയേഷൻ അക്കൗണ്ടഡ് അല്ല, അൺഅക്കൗണ്ടഡ്. അതർ ഫാക്ടേഴ്സിന്റെ എഫക്ട്. ഇപ്പൊ നല്ല ഈൽഡ് കിട്ടണമെങ്കിൽ മഴ മാത്രം പോരാ, റെയിൻ പോരാ, ഫെർട്ടിലൈസർ വേണം, ക്ലൈമറ്റ് നന്നാവണം, പെസ്റ്റിസൈഡ്സ് വേണം, ഇഷ്ടം പോലെ സീഡ്സിന്റെ ക്വാളിറ്റി നന്നാവണം. ഈ ഫാക്ടേഴ്സ്, അതാണ് പെർസെൻറ്റേജ് ഓഫ് വേരിയേഷൻ അൺഅക്കൗണ്ടഡ്. ദാറ്റ് മീൻസ് അതർ ഫാക്ടേഴ്സിന്റെ എഫക്റ്റ് ആണ്. അതാണ് കോഎഫിഷ്യന്റ് ഓഫ് നോൺ ഡിറ്റർമിനേഷൻ ആണ് അവർ ചോദിക്കുന്നത്. 6.7 ആണെങ്കിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയ റെയിന്റെ എഫക്ട് 49%, അതാണ് ആർ സ്ക്വയർ ഡിറ്റർമിനേഷൻ. ഇവർ ചോദിച്ചത് അൺഅക്കൗണ്ടഡ് ആണ്. അപ്പൊ 1 - r square എന്ന് പറയുമ്പോൾ എത്ര പെർസെൻറ്റേജ് വരും? 51%. അപ്പൊ അതിന്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? ആറല്ല, ആർ സ്ക്വയറിനെ ബേസ് ചെയ്തിട്ടാണ് അത് അവർ പറയുന്നത്. പെർസെൻറ്റേജ് ഓഫ് വേരിയേഷൻ അൺഅക്കൗണ്ടഡ്. അപ്പൊ ആർ സ്ക്വയറിന്റെ ക്വസ്റ്റ്യൻ ആണ്. അത് ഐഡിയ ഉള്ള ഒരാളെ സംബന്ധിച്ച് വലിയ കുഴപ്പമില്ലാതെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ പഠിച്ചത് 2 റിഗ്രഷൻ ലൈൻസ് തന്നു. അതിലേതാണ് എക്സ് ഓൺ വൈ, വൈ ഓൺ എക്സ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരെണ്ണം എക്സ് ഓൺ വൈ എന്ന് നിങ്ങൾ വിചാരിക്കുക. എക്സ് ഓൺ വൈ, ഇപ്പൊ ആദ്യത്തെ ഇക്വേഷൻ ഞാൻ എക്സ് ഓൺ വൈ എന്ന് അസ്യൂം ചെയ്താൽ അതിനെ ഞാൻ എക്സ് ഈക്വൽസ് എന്ന് എഴുതും. ഇത്ര എഴുതൂ, എക്സ് ഈക്വൽ ടു -2y. ഇത് വൈ ഓൺ എക്സ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നതെങ്കിൽ ഇതിനെ വൈ ഈക്വൽസ് എന്ന് എഴുതും. 3y ഈക്വൽസ് -2x. നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇവിടെ നിന്നൊരു കോയിഫിഷ്യന്റ് കിട്ടി. വൈ ഓൺ എക്സിനെ വൈ ഈക്വൽസ് എന്ന് എഴുതാം, -2/3x. പഠിച്ചവർക്കറിയാം ഈവൻ ആണ് bxy, ഇവൻ byx. നിങ്ങളുടെ അസംഷൻ ട്രൂ ആണെങ്കിൽ bxy ഇവനും ഇത് byx ആണ്. അസംഷൻ ട്രൂ ആണെങ്കിൽ അത് ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? bxy into byx ഈക്വൽസ് ആർ സ്ക്വയർ. ഇത് മാക്സിമം 1 വരും, മാക്സിമം 1 വരും. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ -2 into -2/3, 4/3 ഗ്രേറ്റർ ദാൻ 1. അസംഷൻ റോങ് ആണ്. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷൻ എക്സ് ഓൺ വൈ അല്ല, ഫസ്റ്റ് ഇക്വേഷൻ ആണ് വൈ ഓൺ എക്സ്. സെക്കൻഡ് ഇക്വേഷൻ ആണ് എക്സ് ഓൺ വൈ. അത് എഴുതാനായിട്ട് ഇത്ര സ്റ്റെപ്പ് ഒന്നും എഴുതണ്ട, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. എക്സ് -2y എന്ന് എഴുതി, y ഈക്വൽ 3y 2x അല്ലേ, -2x അല്ലേ. അപ്പൊ y ഈസ് ഈക്വൽ ടു -2/3. ജസ്റ്റ് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. -2 -2/3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഗ്രേറ്റർ ദാൻ 1 ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ അസംഷൻ റോങ് ആണ്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ ഗ്രേറ്റർ ദാൻ 1 4/3 എന്നാണ് കിട്ടിയത്. നിങ്ങളുടെ അസംഷൻ റോങ് ആണ്. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ എക്സ് ഓൺ വൈ അല്ല, ഫസ്റ്റ് ഇക്വേഷൻ വൈ ഓൺ എക്സും സെക്കൻഡ് ഇക്വേഷൻ എക്സ് ഓൺ. നോക്കട്ടെ ഇവരെന്താണ് ആൻസർ കൊടുത്തിരിക്കുന്നത് നോക്കട്ടെ. അതെ, വൈ ഓൺ എക്സ് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ ആണ്. ഇനി 18, ഇതൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. 18th ക്വസ്റ്റ്യൻ, covariance between 2 variables is covariance. നമ്മൾ പഠിക്കുന്നുണ്ട് ആറിന്റെ ഫോർമുലയിൽ. R ഈക്വൽസ് covariance divided by standard deviation of x into standard deviation of y. ഡിസ്പേർഷൻ പഠിച്ച ഒരാൾക്കറിയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒരിക്കലും നെഗറ്റീവ് വരില്ല, നോൺ നെഗറ്റീവ് ആണ്, നോൺ നെഗറ്റീവ് ആണ്. കോറിലേഷന്റെ കേസിൽ ഈ ഡിനോമിനേറ്ററിൽ 0 വന്നാൽ ഇത് ഡിഫൈൻ ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഡിനോമിനേറ്റർ എന്നും പോസിറ്റീവ് ആണ്. കൊവേരിയൻസ് മെഷേഴ്സ് ജോയിന്റ് വേരിയബിലിറ്റി. ഈ കൊവേരിയൻസ് നെഗറ്റീവ് വരുമ്പോൾ മാത്രമേ നിങ്ങളുടെ ആർ എന്താവൂ,
നെഗറ്റീവ് വരും. ഈ കൊവേരിയൻസ് പോസിറ്റീവ് വരുമ്പോഴേ നിങ്ങളുടെ ആറ് പോസിറ്റീവ് വരും. ഈ കൊവേരിയൻസ് 0 എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ആർ എന്താവുന്നത് 0 വരുന്നത്. കോറിലേഷൻ മേ ബി നെഗറ്റീവ്, പോസിറ്റീവ് ഓർ 0 എന്നല്ലേ നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് ഡിനോമിനേറ്ററിലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒരിക്കലും നെഗറ്റീവ് വരില്ല. കൊവേരിയൻസ് നെഗറ്റീവ് വരുമെന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട. കൊവേരിയൻസ് മേ ബി നെഗറ്റീവ്, പോസിറ്റീവ് ഓർ 0. അപ്പൊ അത് ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ അത്യാവശ്യം സബ്ജക്ട് പഠിച്ച ഒരാളെ സംബന്ധിച്ച് കുഴപ്പമില്ല. 19th ക്വസ്റ്റ്യൻ, ഒരു ഇക്വേഷൻ ഒക്കെ സെറ്റ് ചെയ്താലേ ചെയ്യാൻ പറ്റും. അവിടെ നിൽക്കട്ടെ, അത് പിന്നെ നോക്കാം. 20th ക്വസ്റ്റ്യൻ, വേരിയൻസ് ഓഫ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എക്സ് ഫോളോസ് എൻ മ്യൂ സിഗ്മ. ഇത് സ്റ്റാൻഡേർഡ് നോർമൽ ആണ്, സെഡ് ആണ്. സെഡ് ഫോളോസ് N0 1 ആണ്. നിങ്ങൾക്കറിയാം എക്സ് നോർമലിന്റെ മീൻ മ്യൂ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ. അപ്പൊ വേരിയൻസ് സിഗ്മ സ്ക്വയർ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, ഇല്ല ഇത് സ്റ്റാൻഡേർഡ് നോർമൽ ആണ്. സ്റ്റാൻഡേർഡ് നോർമലിന്റെ മീൻ 0 ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ആണ്. അപ്പൊ വേരിയൻസ് ഏത് വരണം? വേരിയൻസ് ഓഫ് സ്റ്റാൻഡേർഡ് നോർമൽ ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്, മീൻ മ്യൂ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ. സ്റ്റാൻഡേർഡൈസ് ചെയ്യുമ്പോൾ മ്യൂ 0 വരും, സിഗ്മ 1 വരും. അടുത്ത ക്വസ്റ്റ്യൻ 21ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. അവിടെ നിൽക്കട്ടെ. 22ാമത്തെ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വലിയ കുഴപ്പമില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ബേസ് ഇയറും കറണ്ട് ഇയറുമാണ്. ബേസ് ഇയറും കറണ്ട് ഇയറും. ബേസ് ഇയറിന്റെ ഇൻഡെക്സ് അവരാരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ബേസ് ഇയർ ആണെങ്കിൽ ഇൻഡെക്സ് 100 ആണ്. കറണ്ട് ഇയറിന്റെ ഇൻഡെക്സ് കാണാനായിട്ട് അവര് വാല്യൂ തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ലിവിങ് സിഗ്മ IW ഡിവൈഡഡ് ബൈ സിഗ്മ W അടിക്കുക. 3544 ഡിവൈഡഡ് ബൈ 25 അടിച്ചാൽ മതി. അപ്പൊ കറക്റ്റ് ഈ വാല്യൂ കിട്ടും. അത് എത്രയാണ് കിട്ടുന്നതെന്നോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. നോക്കട്ടെ, ഇത് കിട്ടുന്നത് ഈ വാല്യൂ 141.76 ആണ് കിട്ടുന്നത്. ഇനി അവർ പ്രൈസ് തന്നിട്ടുണ്ട് അല്ലെ, അന്ന് സാലറി തന്നിട്ടുണ്ട്. ബേസ് ഇയറിലെ സാലറി 2050 ആണ്. കറണ്ട് ഇയറിന്റെ സാലറി ക്വസ്റ്റ്യൻ മാർക്കായിട്ട് എക്സ് നിട്ടാൽ മതി. ഈ എക്സ് കാണാൻ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കറക്റ്റ് എക്സ് കിട്ടും. ഒന്ന് കിട്ടുമെന്ന് നോക്കിക്കോ. 2050 into 141.76 ഡിവൈഡഡ് ബൈ 100 അടിച്ചാൽ കറക്റ്റ് ആൻസറിലേക്ക് എത്തേണ്ടതാണ്. എത്രയാണ് ആൻസർ എന്നൊന്ന് വെരിഫൈ ചെയ്ത് നോക്കിക്കോട്ടോ. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ബേസ് ഇയറിന്റെ സാലറി ഇൻഡെക്സ് 100 ആണ്. കറണ്ട് ഇയറിന്റെ ഇൻഡെക്സ് തന്നിട്ടില്ല, നമ്മൾ ചെക്ക് ചെയ്തു 141.76. കറണ്ട് ഇയറിന്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം, അല്ലെങ്കിൽ ഒരു എക്സ് ഇടാം. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ആയി. അതായിരിക്കും ഏറ്റവും എളുപ്പം. അതിന് ആൻസർ ഏതാണെന്നൊന്ന് ചെയ്ത് നോക്കി നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞ്. ഞാൻ എനിക്ക് കാൽക്കുലേറ്റർ എടുക്കണം, നോക്കട്ടെ എത്ര ആൻസർ എന്നൊന്ന് പറഞ്ഞ്. അത് കറക്റ്റ് ഉണ്ടോ നോക്കി, ഓപ്ഷനിൽ ഉണ്ടോ നോക്കിയാൽ മതി. ഉണ്ടോ? ഉണ്ട് അല്ലേ? ബി ആണ്. ഓക്കെ, ആൻസർ ഇവർ കൊടുത്ത ആൻസർ എന്താണെന്ന് നോക്കട്ടെ. ബി തന്നെയാണ് ആൻസർ. ഓക്കെ, 23ാമത്തെ ക്വസ്റ്റ്യൻ ചെറിയ ക്വസ്റ്റ്യൻ. രണ്ട് റിഗ്രഷൻ ലൈൻസ് ഐഡന്റിക്കൽ ആവുന്നത് ആറ് പെർഫെക്റ്റ് ആവുമ്പോഴാണ്. ആറ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ either +1 or -1. അതുകൊണ്ടാണ് ആൻസർ എ ഓർ ബി. രണ്ട് റിഗ്രഷൻ ലൈൻസ് 90 ഡിഗ്രി ആംഗിൾ വരുന്നത് 0 വരുമ്പോൾ, രണ്ട് റിഗ്രഷൻ ലൈൻസ് കോയിൻസൈഡ് ചെയ്യുന്നത് ആറ് പെർഫെക്റ്റ് ആവുമ്പോൾ either +1 or -1. അപ്പൊ 23ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എ ഓർ ബി ആണ്. പെർഫെക്റ്റ്, അതാണ് ഓർത്തിരിക്കേണ്ടത്. രണ്ട് ലൈൻസ് ഐഡന്റിക്കൽ ആവുന്നത്, കോയിൻസൈഡ് ചെയ്യുന്നത് when the correlation coefficient is perfect, +1 or -1. 0 വരുമ്പോൾ പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി എന്താ ക്വസ്റ്റ്യൻ നോക്കട്ടെ. 6 കാണണം. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. കൊവേരിയൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, കൊവേരിയൻസ് ഡിവൈഡഡ് ബൈ നമ്മുടെ ഫോർമുല സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ആണ്. ഇതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. 72 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു എത്ര വരും? 9 ആണ്. 72 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 9 ആണ്. അപ്പൊ ഇത് കട്ട് ചെയ്താൽ ഇത് 6 ആണ്. 6/9 ആൻസർ 2/3 ആയിരിക്കും ഉണ്ടാവും. 2/3. അതൊക്കെ ചെറിയ ക്വസ്റ്റ്യൻ ആണ്. ഏത് പേപ്പർ നോക്കിയാലും കുട്ടികളെ ഇതുപോലെ കുറെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ തന്നെ കുറെ സ്കിപ്പ് ചെയ്തു, പൊക്കോട്ടെ, അത് കളഞ്ഞേ.
അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനൊന്നും ടൈം നിങ്ങൾക്ക് ഒരു എക്സാമിനും കിട്ടില്ല. കുറെ ക്വസ്റ്റ്യൻ കളയുക, നല്ലത് കുറേയൊക്കെ സെലക്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ കൊവേരിയൻസ് ബിറ്റ്വീൻ, ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നു, പിന്നെയും ഇതേ ക്വസ്റ്റ്യൻ തന്നെ വന്നു. കൊവേരിയൻസ് ഓക്കെ, സെയിം ഫോർമുല തന്നെ. -16.5 ഡിവൈഡഡ് ബൈ റൂട്ട്, ഒരു റൂട്ട് ഇട്ടാൽ മതി, രണ്ട് റൂട്ട് ഇട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട. 2.89 ഇൻറ്റു ഒരു 100 ഒറ്റ റൂട്ട് ഇട്ടാൽ മതി. അപ്പൊ 289 റൂട്ട് 17 വരും. ഓക്കെ, -16.5 ഡിവൈഡഡ് ബൈ 17. ഒന്ന് നോക്കിക്കോണേ ആൻസർ എത്രയാണെന്നുള്ളത്. ഇതിൽ ആൻസർ കൊടുത്തിരിക്കുന്നത് നെഗറ്റീവ് ആണ്. ഓക്കെ, നെഗറ്റീവ് ആണ്. അപ്പൊ ആൻസർ -0.97 എന്ന് കിട്ടുന്നതാണ് പറയുന്നത്. ഒന്ന് വെരിഫൈ ചെയ്തോ. ഇതാണ് ആൻസർ, -16.5 ബൈ 17. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ ഒന്നും ഇപ്പൊ നമ്മൾ ചെയ്യാൻ നിൽക്കണ്ട, ഒത്തിരി സമയമെടുക്കും, അതവിടെ നിൽക്കട്ടെ, മാറ്റിവെക്കാം. ഇനി 27ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 27 അങ്ങനെ സ്കിപ്പ് ചെയ്യേണ്ടത് അപ്പൊ തന്നെ സ്കിപ്പ് ചെയ്യണം, ഒത്തിരി സമയം നോക്കി കളയാനുള്ളതല്ല, അതൊക്കെ ഇമ്മീഡിയറ്റ് സ്കിപ്പ് ചെയ്യാനുള്ളതാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ മ്യൂ തന്നു, ഓക്കെ, സിഗ്മ തന്നു, Q1 ഉം Q3 ഉം. അതൊന്നുമില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Q1ന്റെ ഫോർമുല എല്ലാവർക്കും അറിയാം, മ്യൂ -0.675 സിഗ്മയും Q3യുടെ വാല്യൂ മ്യൂ +0.675 സിഗ്മ. ഇതുമായി കണക്ട് ചെയ്യുന്ന കുറെ ക്വസ്റ്റ്യൻസ് വരും. പോയിന്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ ചോദിക്കും, മ്യൂ മൈനസ് സിഗ്മ, മ്യൂ പ്ലസ് സിഗ്മ, അതിനുള്ളിലുള്ള ലിമിറ്റ്സ് ചോദിക്കും, 2 സിഗ്മ ലിമിറ്റ്സിന്റെ ഏരിയ ചോദിക്കും, 3 സിഗ്മ ലിമിറ്റ്സ് 99.73. അങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആ സൈറ്റിൽ നിന്ന് വരും. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനേ വന്നിട്ടുള്ളൂ. അതിൽ എന്നും ഓർത്തിരിക്കേണ്ട ക്വസ്റ്റ്യൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഗ്രാഫ് എന്നും സിമെട്രിക് ആണ്. കറക്റ്റ് മിഡിലെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ മ്യൂ ആണ്. ബട്ട് സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനും സിമെട്രിക് ആണ്, ബട്ട് കറക്റ്റ് മിഡിലെ വാല്യൂ 0 ആയിരിക്കും. നോർമൽ ഈസ് സിമെട്രിക് അബൌട്ട് മീൻ, ബട്ട് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് സിമെട്രിക് അബൌട്ട് 0. നോർമലുമായി കണക്ട് ചെയ്ത് ഒത്തിരി പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് കൃത്യമായിട്ട് ഓർഡറിൽ പഠിച്ച് ഒരു 10-12 പ്രോപ്പർട്ടി നമ്മൾ എഴുതുന്നുണ്ട്. വൃത്തിയായിട്ട് പഠിച്ചു പോക്കണം. ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ വാല്യൂ കൊടുത്ത് തന്നെ ചെയ്യണം, മാറ്റി വെക്കാം, അവിടെ മാറിക്കിടക്കട്ടെ. 29 ചെയ്യണമെങ്കിലും സമയമെടുക്കും, മാറ്റിയിടാം. 29 മാറിക്കിടക്കട്ടെ. ഇത് പെട്ടെന്ന് കിട്ടും. 30ാമത്തെ ക്വസ്റ്റ്യൻ പെട്ടെന്ന് കിട്ടും, നോക്കട്ടെ. 30 മോസ്റ്റ് പ്രോബബിൾ വാല്യൂ, അല്ലെ, BYX ഉം BXY ആണ്. മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ഓഫ് y എസ്റ്റിമേറ്റ് ചെയ്യണമെങ്കിൽ ഒരു സംശയവും വേണ്ട, y-യോണിക്സ് ഇക്വേഷൻ വേണം. y മൈനസ് y ബാർ ഈക്വൽസ്, ഇതിലെല്ലാം ഡയറക്റ്റ് തന്നിട്ടുണ്ട്, BYX ഇൻറ്റു x മൈനസ് x ബാർ. വാല്യൂ കൊടുക്കുമ്പോൾ y മൈനസ് 2, ഇതൊക്കെ എററാണ്. x ആൻഡ് y ഇവിടെയൊക്കെ മിസ്സിംഗ് ആണ് കേട്ടോ. ഇത് x ബാർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു, ഇത് x ബാർ ആയിരിക്കും, ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. ഇത് y ബാർ ആയിരിക്കും, ഇത് BYX, ഇത് BXY. ഒന്നുമില്ല, ഇത് രണ്ടാമത്തെ ഡിജിറ്റ് y ബാർ ആയിരിക്കും. y minus 27.9 is equal to BYX minus 1.5 into x minus x ബാറിന് 53.2 കൊടുക്കുക. ഒന്നുമില്ല, ഈ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് y, ഈ y ആണ് കാണേണ്ടത്. എക്സിന് എത്ര കൊടുക്കണം? എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് y when x is equal to 60. കാൽക്കുലേറ്റർ എടുക്കുക, 60 minus 15.2 അടിക്കുക, ഇൻറ്റു 1.5, സൈൻ നെഗറ്റീവ് അവിടെ ഇട്ടേക്കണം. കാൽക്കുലേറ്ററിൽ പ്ലസ് ഓർ മൈനസ് അടിക്കുമ്പോൾ നെഗറ്റീവ് വരും, പ്ലസ് 27.9 അടിക്കുക. ഇതിന്റെ ആൻസർ കിട്ടുമെന്ന് തോന്നുന്നു, ചെയ്ത് നോക്കണേ. 17.7. ഇത്രയും ക്വസ്റ്റ്യൻ നമുക്ക് ഭംഗിയായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത്രയും കഴിയുമ്പോൾ, ഇതിപ്പോ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര ടൈം എടുത്തത്, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത്ര ടൈം വരില്ലല്ലോ. നമുക്ക് ചെയ്യാൻ പറ്റിയ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1, സെക്കൻഡ് ഓക്കെ ആണ്, തേർഡ് നമ്മൾ മാറ്റി വെച്ചതാണ്. അപ്പൊ 2 ക്വസ്റ്റ്യൻ ഇവിടെ കിട്ടി. 4, 3 ലാസ്റ്റ് പീരിയഡ്സ് ആൻഡ് പാഷീസ് ഓക്കെ. 3 ഷിഫ്റ്റിംഗ് ഓഫ് ഒറിജിൻ, 4 റിഗ്രഷൻ, ഇത് 5, 6, 7, 8 സ്പ്യൂരിയസ് കോറിലേഷൻ, 9, 12, 10. എങ്ങനെ പോയാലും 50%-ൽ കൂടുതൽ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്ത്, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ ആൻസർ. ഇനി ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നോക്കിക്കോ. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഓക്കെ, നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ചു പോകാം. 29th ക്വസ്റ്റ്യന്റെ ഐഡിയ എന്താന്ന് നോക്കാം. ഒരു മാനുഫാക്ചർ, ഇതിൽ ഈ e⁻⁻5 കാണുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ മനസ്സിലാക്കിക്കോ, ഡിസ്ട്രിബ്യൂഷൻ ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണ്? പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ ഇമ്പോർട്ടൻസ് വെരി റെയർ ഇവന്റ്സിനെ റെപ്രസെന്റ് ചെയ്യാനാണ് അത് യൂസ് ചെയ്യുന്നത്. മാനുഫാക്ചർ പ്രൊഡ്യൂസേഴ്സ് മെഡിസിൻ ബോട്ടിൽസ് ഫൈൻഡ്സ് ദാറ്റ്
0.1% of his bottles are defective. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് in terms of defectives. X be the number of defectives. X number of defectives ആണ്. 0.1% are defectives. അപ്പോൾ തിരിച്ചറിയണം. Proportion of defectives P equals 0.1%. That is 0.001. ഇനി എന്താ പറഞ്ഞത്? Bottles are packed in boxes containing 500 bottles. അപ്പോൾ n 500 ആണ്. N is very large. ഇവിടെ തന്നെ മനസ്സിലാക്കിക്കോണം. N is very large, P is very small. നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ പോയിസണിലേക്ക് പോയി. പാരാമീറ്റർ ലാംഡയാണ്. ലാംഡ ഈക്വൽസ് n into P, 500 into 0.001, which is equal to 0.5. അതുകൊണ്ടാണ് അവർ ഹിന്റ് തന്നത്. ഇറേസ്ഡ് -0.5ന്റെ വാല്യൂ അവർ ക്വസ്റ്റ്യനിൽ ഹിന്റ് തന്നിട്ടുണ്ട്. 0.6065 0.6065 ഹിന്റ് തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, അവർ ക്വസ്റ്റ്യനിൽ 100 ബോട്ടിൽസ് ആണ് നമ്മൾ പ്രൊഡ്യൂസർ പർച്ചേസ് ചെയ്തതെന്ന് പറഞ്ഞു. അതിൽ ഹൗ മെനി ബോക്സസ് വിൽ കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 2 ഡിഫക്റ്റീവ്സ്. അറ്റ്ലീസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ മിനിമം 2. നോക്കിക്കോ, ഇത് വളരെ ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. അറ്റ്ലീസ്റ്റ് 2. അപ്പോൾ നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് മേ ബി 2, 3, 4 up to 100. ഇത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പി ഓഫ് എക്സ് കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 1 - P of x കോംപ്ലിമെന്റ് എന്നാണ് നമ്മൾ എഴുതുന്നത്. എക്സിന് 0 വേണം, ഇവിടെ എക്സിന് 1 വേണം. അപ്പൊ 1 - e raised to minus lambda. Lambda raised to 0/0 factorial. അടുത്തത് e raised to minus lambda. Lambda raised to 1/1 factorial. അപ്പോൾ നിങ്ങളുടെ പരിപാടി കഴിഞ്ഞു. 1 - e raised to minus lambda taken outside, 1 plus lambda. ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ അടിച്ചാൽ കിട്ടും. 1 - lambda 0.5 ആണ്. 1.5 into e raised to minus lambda വാല്യൂ അവർ കൊടുത്തിട്ടുണ്ട് 0.6065. ഒന്ന് ചെയ്തിട്ട് പറഞ്ഞേ, അതൊന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടെ. 1.5 into 0.6065. അറ്റ്ലീസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ 2 to 100 ആണ്. 2 to 100 നമുക്ക് ചെയ്യാൻ എളുപ്പമല്ല. അതുകൊണ്ടാണ് 1 - 0.1 0.6065 അടിക്കുക, ഇൻറ്റു 1.5 അടിക്കുക. 1ൽ നിന്ന് അത് മൈനസ് ചെയ്യുക. ആ കിട്ടുന്നതാണ് പ്രോബബിലിറ്റി വരാൻ പോകുന്നത്. എത്ര വരുന്നു എന്ന് വെരിഫൈ ചെയ്യുക. ആ കിട്ടിയ പ്രോബബിലിറ്റിയെ ഇൻറ്റു 100 അടിക്കണം. അതല്ലേ എക്സ്പെക്ടഡ് നമ്പർ അല്ലേ ചോദിക്കുന്നത്. ഹൗ മെനി ബോക്സസ് വിൽ കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 2 ഡിഫക്റ്റീവ്സ്. അപ്പോൾ n into p, ലാംഡ തന്നു. പ്രോബബിലിറ്റി ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്യണം. ആ കിട്ടുന്നതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എത്ര കിട്ടുമെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. 1.5 into ചെയ്ത് നോക്കണം നിങ്ങൾ. നോക്ക്, 1.5 into 0.6065 0.6065 അടിച്ചു. ഓക്കെ, 1 minus that figure കിട്ടി. ആ കിട്ടിയത് എന്താണോ ഇൻറ്റു 100 അടിക്കുമ്പോൾ എനിക്ക് കിട്ടിയത് 9.025 ആണ്. കറക്റ്റ് ആണോ? 9.025. അതെ, അങ്ങനെയാണ് ആൻസർ എന്തായി മാറുന്നത്. 9 എന്നാണ് ആൻസർ. നോക്കണം അവർ കൊടുത്ത ആൻസർ എന്താണെന്ന് ഒന്ന് വെരിഫൈ ചെയ്യണം. 9 എന്നാണ് കിട്ടേണ്ടത്. അപ്പൊ ഇതിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് നമുക്ക് കാണുമ്പോൾ, പക്ഷേ ഫസ്റ്റ് റൗണ്ടിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യരുത് കുട്ടികൾ. ഇതിപ്പോ അല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഏത് പേപ്പർ എടുത്താലും ഒരു 50% ക്വസ്റ്റ്യൻ ഭംഗിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന ആളുകൾ കുറെ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തതും വായിച്ചു നോക്കിയാൽ ടൈം എടുക്കുന്നതും ഒക്കെ ചോദിക്കും. അതൊക്കെ അവരവരുടെ മിടുക്ക് കാണിക്കുന്നതാണ്. അവരുടെ മിടുക്ക് കാണാനല്ലല്ലോ നമ്മളവിടെ പോയിരിക്കുന്നത്. നമുക്ക് പാസ്സാവാൻ വേണ്ടിയിട്ടല്ലേ. ഇപ്പൊ CA എക്സാമിന് ക്വാളിഫൈ ചെയ്യുന്ന ഇപ്പൊ ഇനിയുള്ള കാലത്ത് അതാണ് നോക്കേണ്ടത്. ഫുൾ A+കാരെ ഇന്ന് ഞാനിപ്പോൾ ഉള്ള സെന്ററിൽ നോക്കിയപ്പോൾ എല്ലാവർക്കും ഫുൾ A+ ആണ്. ഈ ഫുൾ A+കാരൊന്നും എല്ലാവരും ഇത് ക്വാളിഫൈ ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ എഴുതുന്ന എക്സാം പാസ്സാവുക. അതിനുവേണ്ടി കുറെ നല്ല ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക. ആവശ്യമില്ലാത്ത കളഞ്ഞേക്കണം. ഇത് കളയാനുള്ളതാണ്. അല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആളുടെ മിടുക്ക് കാണാനല്ലല്ലോ നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമ്മൾ പഠിച്ചു പോക്കണം. അതിൽ ടൈം നമുക്കൊരു വലിയ ഫാക്ടറാണ്. ആ ടൈം നോക്കി കുറെ നല്ല ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക. ആവശ്യമില്ലാത്തത് കളഞ്ഞേക്കണം. ഇനി ഇതും ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. ഇത് ചെയ്യണമെങ്കിൽ സമയമെടുക്കും. ദ ഓവറോൾ പെർസെൻറ്റേജ് ഓഫ് ഫെയിലിയർ ഇൻ ആൻ എക്സാം ഫെയിലിയർ ആണ് 0.30, 30%. What is the probability that out of 6 candidates, at least 4 passed? At least 4. അപ്പൊ തിരിച്ചെഴുതണം.
പി എന്ന് പറയുന്നത് എന്താക്കി മാറ്റണം? പെർസെൻറ്റേജ് ഓഫ് ഫെയിലിയർ 30% ആണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് സക്സസ് 0.7 ആക്കി എടുക്കണം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇൻ ടേംസ് ഓഫ് സക്സസ് ആണ്. 6 പേരിൽ അറ്റ്ലീസ്റ്റ് 4 എന്ന് പറഞ്ഞാൽ എക്സിന് 4 വേണം, എക്സിന് 5 കൊടുക്കണം, എക്സിന് 6 കൊടുക്കണം. 3-4 കേസ് പ്രോബബിലിറ്റി സം ചെയ്ത് എടുക്കണം. അപ്പൊ അത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. 6C4 P⁴, P 0.7 ആണ്, Q⁴2, Q 0.3 ആണ്. ഞാനത് മാറ്റിയിട്ടു. പെർസെൻറ്റേജ് ഓഫ് ഫെയിലിയർ എന്ന് പറഞ്ഞു. നമ്മുടെ ക്വസ്റ്റ്യൻ ഇൻ ടേംസ് ഓഫ് സക്സസ് ആയതുകൊണ്ട് ഞാൻ P മാറ്റി P 0.7 Q 0.3 ആക്കി. പ്ലസ് അടുത്തൊരു 6C5 P⁵5 Q⁵1 പ്ലസ് 6C6 P⁵6. ഇതൊരു താളത്തിൽ കാൽക്കുലേറ്ററിൽ M+M+M+ അടിച്ച് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് ആൻസർ കിട്ടേണ്ടതാണ്. പക്ക ആൻസർ കിട്ടണം എന്ന് വെച്ചാൽ എല്ലാ ഓപ്ഷനും ഡെസിമൽ വളരെ സ്ലൈറ്റ് ചേഞ്ച് മാത്രമേ ഉള്ളൂ. 6C4ന്റെ വാല്യൂ 6C2 15 ആണ്. P⁴, ഇപ്പൊ കാൽക്കുലേറ്ററിൽ ഇൻറ്റു നമുക്ക് സയന്റിഫിക് ഇല്ല, M+M+ അടിച്ചടിച്ച് പെട്ടെന്ന് ആൻസറിലേക്ക് എടുക്കണം. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ചെയ്ത് നോക്കിക്കോണം. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഇതിന് ആൻസർ അവർ കൊടുത്തിട്ടുണ്ട്. ഏത് ആൻസർ എന്ന് നോക്കിക്കോ, കിട്ടണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പക്ക ആൻസർ കിട്ടേണ്ടതാണ്. ഇത് ബൈനോമിയലിലാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ 30%. പോയിസൺ ഡിസ്ട്രിബ്യൂഷനിൽ P → 0 എന്നുള്ള അസംഷനിലാണ് കാര്യം. അവിടെയും സക്സസും ഫെയിലിയറും തന്നെയാണ്. ഇതിന് ആൻസർ എത്രയാണെന്നൊന്നും ജസ്റ്റ് നോക്കുക. എനിവേ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം കേട്ടോ. P 0.7 എടുക്കണം, Q 0.3 എടുക്കണം, N 6 എടുക്കണം, അറ്റ്ലീസ്റ്റ് 4. അപ്പൊ P കറക്റ്റ് ചെയ്തു ഞാൻ. അവിടെ അവർ ക്വസ്റ്റ്യനിൽ ഫെയിലിയറിനെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? അവർ തന്നത് പെർസെൻറ്റേജ് ഓഫ് ഫെയിലിയർ ആണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇൻ ടേംസ് ഓഫ് സക്സസ് ആയതുകൊണ്ട് ഞാൻ കറക്റ്റ് ചെയ്തു. P 0.7 ആക്കി Q 0.3 ആക്കി എടുത്തു. അപ്പൊ ഇതിന് ആൻസർ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിക്കോണേ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇങ്ങനെയാണ് ആൻസർ കിട്ടേണ്ടത്. എന്റെ ഓർമ്മയിൽ ഇതിന് ആൻസർ ഇതല്ല, 0.74 മറ്റോ ആണ് ഇതിന് ആൻസർ എന്നാണ് എൻ്റെ ഒരു പഴയ ഓർമ്മ. ശരിയാണെങ്കിൽ 0.74 മറ്റോ ആണ് ആൻസർ വരേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഒന്ന് ചെയ്ത്, നിങ്ങൾ ആരെങ്കിലും ചെയ്ത് നോക്കിയായിരുന്നോ? എനിബഡി ചെയ്ത് നോക്കിക്കോ. ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ആൻസർ കറക്റ്റ് കിട്ടുമോ നോക്കണേ. N 6 കൊടുക്കണം, P കറക്റ്റ് ചെയ്യണം, 0.7 ആക്കണം, Q 0.3 ആക്കി 6C4. അപ്പൊ N 6, എക്സിന് ആദ്യം 4 കൊടുക്കണം, പിന്നെ എക്സിന് 5 കൊടുക്കണം, എക്സിന് 6 കൊടുക്കണം. എൻ്റെ ഒരു പഴയ ഓർമ്മയിൽ ഇതിന് ആൻസർ 0.74 മറ്റോ എന്താണ് എന്നാണ് എൻ്റെ ഓർമ്മ. ശരിയാണെങ്കിൽ ഒന്ന് നോക്കണം. 26ാമത്തെ ക്വസ്റ്റ്യൻ ഒന്നും ഒരു കാരണവശാലും ചെയ്യാൻ പോകരുത്. 26th ക്വസ്റ്റ്യൻ ഒത്തിരി സമയം എടുക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ ഷിഫ്റ്റിംഗ് ഓഫ് ഒറിജിൻ സ്കെയിൽ പ്രോപ്പർട്ടിയാണ്. കോറിലേഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട് XY കോളത്തിന്റെ കോറിലേഷനും UV കോളത്തിന്റെ കോറിലേഷനും എന്നും സെയിം ആയിരിക്കുന്നതാണ് പഠിപ്പിക്കുന്നത്. നോക്കട്ടെ, എന്തോ 0.74. യെസ്, സോഫിയ ചെയ്ത് നോക്കി, കറക്റ്റ് ആണ്. എന്റെ പഴയ ഒരു ഓർമ്മയിൽ ഇതിന് ആൻസർ 0.74 ആണ്. അവർ കീയിൽ അത് തെറ്റിപ്പോയിട്ടുണ്ട്. RXY = RUV. RXY = RUV എന്നാണ് പഠിക്കുന്നത്. ഞാൻ അങ്ങനെയാണ് UV എന്നാണ് എഴുതി കൊടുക്കാറ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ DX DY, ഈ യുവിനെയാണ് അവർ DX എന്ന് വിളിക്കുന്നത്, V ആണ് DY എന്ന് വിളിക്കുന്നത്. അപ്പൊ ഞാൻ UV എന്ന ടേംസിൽ പറയാം. അപ്പൊ ഈ തന്നതെല്ലാം എന്താണ്? U കോളത്തിന്റെ സം, V കോളത്തിന്റെ സം, U², V², UV എല്ലാം തന്നിട്ടുണ്ട്. നിങ്ങൾ പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കുക? നിങ്ങളുടെ ഐഡിയ എങ്ങനെ ആയിരിക്കണം നോക്കിക്കോ. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ RXY ആണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാം RXY is same as RUV. RUV-യുടെ ഫോർമുല N sigma UV minus sigma U sigma V by root of N sigma U² minus sigma U the whole square into root of N sigma V² minus sigma V the whole square. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ ന്യൂമറിക്കലി RXYയും RUVയും എന്നും സെയിം ആയിരിക്കും. ന്യൂമറിക്കലി സെയിം ആവും, സൈൻ ചിലപ്പോൾ മാറിപ്പോകും. ഈ പ്രോബ്ലത്തിന് സൈൻ മാറില്ല. എന്തുകൊണ്ടാണ്? സ്കെയിൽ നോക്കിയേ. DX = അതായത് U = X - 200 എന്നാണ്. DY = Y - 150. അതുകൊണ്ട് തന്നെ സൈൻ മാറില്ല. എന്താണോ RXY കിട്ടുന്നത് അത് തന്നെയായിരിക്കും RUV. പക്ഷെ ഞാൻ ഇതല്ല നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നും ഓർത്തിരിക്കേണ്ടത് ന്യൂമറിക്കൽ ഡിഫറൻസ് ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് ഓക്കെയാണ്. അപ്പൊ എക്സിന് പകരം U കൊടുക്കുക, വൈക്ക് പകരം V കൊടുത്ത് സാധാരണ പോലെ
ചെയ്തു പോയാൽ മതി. പക്ഷെ എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. നോക്കിക്കോ, u ഈക്വൽ 7x മൈനസ് 3. എക്സ് യു കണക്ട് ചെയ്യുന്ന റിലേഷൻ. v ഈക്വൽസ് 10 മൈനസ് 4y. x to u, y to v റിലേഷൻ ആണ്. rxy 0.6 ആണ്. ruv ചോദിച്ചാൽ 0.6 തന്നെയായിരിക്കും. പക്ഷെ സൈൻ മാറ്റിയിടുന്നു. എന്തുകൊണ്ടാണ്? ഇവിടെ സ്കെയില് നോക്കണം. ഫസ്റ്റ് റിലേഷനിലെ സ്കെയില് 7 ആണ്, പോസിറ്റീവ്. രണ്ടാമത്തെ റിലേഷനിലെ സ്കെയില് നെഗറ്റീവ് ആണ്, ഓപ്പോസിറ്റ് സൈൻ. രണ്ട് റിലേഷനിലും സ്കെയിൽ ഓപ്പോസിറ്റ് സൈൻ ആണ് വരുന്നതെങ്കിൽ rxyയും ruvയും സെയിം സൈൻ ആയിരിക്കില്ല, ഓപ്പോസിറ്റ് സൈൻ ആക്കണം. അപ്പൊ ഇത് 0.6 ആണെങ്കിൽ ഇതെന്താക്കണം? ഓപ്പോസിറ്റ് സൈൻ വന്നാൽ മാത്രം. ഇനിയിപ്പോ ചിലപ്പോൾ ഇങ്ങനെ വരും, u ഈക്വൽസ് 7x മൈനസ് 3, v ഈക്വൽസ് വെയിറ്റ് ഇങ്ങനെ മാറ്റി എഴുതാം. വെയിറ്റ് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നോക്കിക്കോ, u ഈക്വൽസ് 12 മൈനസ് 3x, v ഈക്വൽസ് 15 മൈനസ് 4y. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ കാണാം സ്കെയിൽ സെയിം സൈൻ ആണ്, -3 -4 സെയിം സൈൻ. rxy 0.6 ആണെങ്കിൽ ഒരു സംശയവും വേണ്ട, ruv 0.6 തന്നെയായിരിക്കും. ഞാൻ പറഞ്ഞ ന്യൂമറിക്കൽ ഡിഫറൻസ് ഇല്ല, പക്ഷെ സൈൻ മാത്രമേ മാറൂ. അത് എപ്പോഴും മാറില്ല. നിങ്ങളുടെ റിലേഷനിലെ x to u, y to v നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ആ രണ്ട് റിലേഷനിലും സ്കെയില് സെയിം സൈൻ ആണെങ്കിൽ എന്താണോ rxy അത് തന്നെയാണ് ruv. പക്ഷെ ഓപ്പോസിറ്റ് സൈൻ വന്നാൽ ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ മറ്റത് നെഗറ്റീവ് ആക്കണം, ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ മറ്റത് പോസിറ്റീവ് ആക്കണം. ഇത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുമ്പോൾ ആൻസർ അവർ കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ആണോ എന്ന് എൻ്റെ ഓർമ്മയിൽ 0.92 എന്തോ ആണ് ഇതിന്റെ ആൻസർ. ഇനി നമ്മൾ മാറ്റി വെച്ചത് ഏതെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഉണ്ട്, മുകളിൽ ഒരെണ്ണമുണ്ട്. യെസ്, ഇത് നിങ്ങൾക്ക് ചെയ്തോ, ഇത് തന്നെ ചെയ്ത് നോക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതും ഈ പറഞ്ഞ പോലെ ഈ റേസ് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ട, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമ്പർ ഓഫ് കോൾസ് അറൈവിംഗ് ഇൻ ഇന്റർവ്യൂ സ്വിച്ച് ബോർഡ് ഓഫ് ആൻ ഓഫീസ് 96 പെർ അവർ. ഓക്കെ, ഒരു മണിക്കൂറിൽ 96 എന്ന് പറഞ്ഞാൽ 96 ആവറേജ്, ഓൺ ആൻ ആവറേജ് 96 ഡിവൈഡഡ് ബൈ 60, ഒരു മണിക്കൂറിൽ 60 മിനിറ്റ്സ് പെർ മിനിറ്റ് എന്ന് പറയുമ്പോൾ 1.6 കിട്ടും. ഇതാണ് ഈ ലാംഡ എന്ന് പറയുന്നത്. ലാംഡ മീൻ ആണ്, ആവറേജ് റേറ്റ് 1.6. അവർ പറഞ്ഞിട്ടുണ്ട് 96 പെർ അവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആവറേജ്, ഓൺ ആൻ ആവറേജ് 96 ഡിവൈഡഡ് ബൈ 60 ഈസ് ഈക്വൽ ടു 1.6. അപ്പൊ ലാംഡ കിട്ടി. രണ്ട് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദർ വിൽ ബി നോട്ട് മോർ ദാൻ 3? നോട്ട് മോർ ദാൻ 3 ഞാൻ ചെയ്യുന്നില്ല, ഐഡിയ മതി. നോട്ട് മോർ ദാൻ 3 കോൾസ്, 3-ൽ കൂടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ 3 കേസ് എടുക്കാം. എക്സിന് 0 കൊടുക്കാം, എക്സിന് 1 കൊടുക്കാം, എക്സിന് 2 കൊടുക്കാം. നോട്ട് മോർ ദാൻ 3, 3-ൽ കൂടാൻ പാടില്ല. നോട്ട് മോർ ദാൻ 3 അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് 3, മിനിമം 3. മിനിമം 3 എന്ന് പറഞ്ഞാൽ 3, 4, 5 അപ് ടു ഇൻഫിനിറ്റി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? രണ്ടിന്റെ ആൻസർ ഒരുമിച്ച് കിട്ടും. അതായത് ഇത് 0.95 ആണെങ്കിൽ ഇത് 0.05 ആയിരിക്കും, ഇത് 0.98 ആണെങ്കിൽ ഇത് 0.02 ആയിരിക്കും. അങ്ങനെ തന്നെയാണ് എല്ലാ ഓപ്ഷനും അവർ കൊടുത്തിട്ടുള്ളത് ഏറെക്കുറെ കേട്ടോ. അതാണ് നോട്ട് മോർ ദാൻ 3 എന്നാണ് പറയുന്നത്. അല്ല, 3 വരാം അല്ലേ? അങ്ങനെയല്ല അതിന്റെ മീനിങ്. നോട്ട് മോർ ദാൻ 3, മോർ ദാൻ 3 എന്നാണ്. 3 വരെ വരാം. ഒരെണ്ണം കൂടി എടുക്കാം. മോർ ദാൻ 3, 3-ൽ കൂടാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് ചെയ്തെടുക്കണമെങ്കിൽ വാല്യൂ കൊടുത്ത് ചെയ്തെടുത്ത് നോക്കിക്കോണം കേട്ടോ. സമയം എടുക്കും. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതെന്താണെന്ന് നോക്കി. ലൈഫ് എക്സ്പെക്ടൻസി E is a linear function of time. It is given that 90, 80, 70 years, 2000 was 97. Prediction 2000. ഇതൊരു ഇക്വേഷൻ എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഒരു ലീനിയർ ഫംഗ്ഷൻ ആണ്. y ഈക്വൽ ടു ax പ്ലസ് ബി എന്ന് പറയുന്ന പോലെ നമുക്ക് ഒരെണ്ണം ചെക്ക് ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ സമയം എടുക്കും. y ഈക്വൽസ് ax പ്ലസ് ബി എന്നുള്ള പോലെ a t പ്ലസ് ബി ടൈം ആണല്ലോ, ലീനിയർ ഫംഗ്ഷൻ ഓഫ് ടൈം അല്ലേ? അപ്പൊ a t പ്ലസ് ബി എന്നെഴുതാം.
ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് 1980 70 years ആണ്. അപ്പോൾ 70 70 ഈക്വൽസ് 1980 A പ്ലസ് B. ഇതാണ് ഒരു ഇക്വേഷൻ. ആൻഡ് 2000 75 years ആണ്. നോക്കട്ടെ, 75 is equal to, അല്ലേ, സ്ട്രെയിറ്റ് ലൈൻ ആണ്. y = x + b. അതിന് എക്സ് വേണം, ഞാൻ ടൈം ഡിനോട്ട് ചെയ്യാൻ t എന്ന് കൊടുത്തു. ലൈഫ് എക്സ്പെക്ടൻസി 2000 75 years. അപ്പോൾ 2000 A പ്ലസ് B. ഇത് സോൾവ് ചെയ്യുമ്പോൾ എയും ബിയും കിട്ടും. എന്നാലല്ലേ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. സാധാരണ 2 ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. 1ഉം 2ഉം നോക്കാം. സോൾവ് ചെയ്യുമ്പോൾ 75 - 70 അടിക്കുമ്പോൾ 5. 5 is equal to B ക്യാൻസൽ, ഇങ്ങോട്ട് മൈനസ് ചെയ്യുമ്പോൾ 20A. 5 is equal to 20A. എയുടെ വാല്യൂ 1/4 ഉണ്ട്. A 1/4 ഉണ്ട്. ഇനി ബി കാണണമെങ്കിൽ അത് ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് 1/4 കൊടുക്കാം. ഇവിടെ കൊടുക്കാം. 75 is equal to 1/4 കൊടുക്കുമ്പോൾ എക്ക് 1/4 കൊടുക്കുമ്പോൾ 2000/4 500. 500 പ്ലസ് ബി വരും. അപ്പോൾ ബി കിട്ടുന്നത് നെഗറ്റീവ് ആയിരിക്കും, അല്ലേ, -425. ബി -425. ഇങ്ങനെയാണ് എനിക്ക് സോൾവ് ചെയ്തപ്പോൾ കിട്ടിയത് കേട്ടോ, നോക്കിക്കോണേ. അപ്പോൾ എയുടെ വാല്യൂ 1/4ഉം ബിയുടെ വാല്യൂ -4. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു ലീനിയർ ഇക്വേഷൻ ആണ്. 1980 ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് 70 years, 2000 75 ആണ്. അതൊരു ലീനിയർ ഫംഗ്ഷൻ ഓഫ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട്. y = x + b പോലെ 80 + b എന്ന് എഴുതി സോൾവ് ചെയ്തു. എയും ബിയും കിട്ടി. ഇനി നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഭംഗിയായിട്ട് ഇക്വേഷൻ എഴുതാം. y = 1/4t പ്ലസ് ബി. ബിയുടെ വാല്യൂ നെഗറ്റീവ് ആണ്, അപ്പോൾ മൈനസ് ഇടാം. -1/4t -425. ഇനി അവർ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞത് ഏതിലെയാണ്? 2012 ഈ ടിക്ക് 2012 കൊടുത്തേ. ഒന്ന് കാൽക്കുലേറ്ററിൽ അടിച്ച് 2012/4 -425 അടിക്കുക. ആൻസർ കിട്ടുന്നുണ്ടോ നോക്ക്. 2012/4 കറക്റ്റ് ആണോ ഫിഗർ നോക്കിക്കോ. ഒന്ന് ചാറ്റ് ബോക്സിലേക്ക് വന്നേ. 2012/4 2012 ഡിവൈഡഡ് ബൈ 4, ഓക്കെ, മൈനസ് അല്ലേ 425. 78 അല്ലേ? 78 ആണ് ആൻസർ കിട്ടേണ്ടത്. ഇതിനകത്ത് ഓപ്ഷനിൽ ഉണ്ടോ? അത് ഉണ്ട്, 78 ഉണ്ട്. 78 ആൻസർ ഉണ്ട്. അപ്പൊ അതൊന്നുമില്ല. അതൊരു സാധാരണ ഒരു മാത്സിൽ ഒരു ക്വസ്റ്റ്യൻ അതിനെ ബേസ് ചെയ്ത് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞു എന്ന് മാത്രം. ലീനിയർ ഫംഗ്ഷൻ ഇത് ചെയ്ത് നോക്കാം. ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കാം. ഒന്നുമില്ല. ഒരു 2 ലീനിയർ ഫംഗ്ഷൻ എഴുതി 70 = 180. അതവർ പറഞ്ഞിട്ടാണ് ലീനിയർ ഫംഗ്ഷൻ ഓഫ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ y = x + b എന്നുള്ള ഫോമിൽ പ്രസന്റ് ചെയ്തത്. ഇനി ഏതാ ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ ബാക്കി വെച്ച ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഉണ്ട്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്. ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. ഇതും കൂടി ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു തരാം. നോക്കട്ടെ കേട്ടോ, ഇതെന്താ ക്വസ്റ്റ്യൻ നോക്കട്ടെ. 2004 വീറ്റ് വാസ് സെല്ലിംഗ് 16 rupees per 20, ക്ലോത്ത് 2, ഹൗസ് റെന്റ് 30, ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ തന്നിട്ടുണ്ട്. ആൻഡ് ഇതിൽ പ്രൈസ് ഇൻഡെക്സ് ബൈ ആവറേജ് റിലേറ്റീവ് മെത്തേഡ്, പ്രൈസ് റിലേറ്റീവ്സ് I. ഇത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയാൽ എല്ലാം ഡെസിമലാണ്. നോക്കാം. 2004 2005 ഓക്കെ. ചെയ്ത് നോക്കുമ്പോൾ ഐറ്റംസ് എന്തൊക്കെയോ അവർ തന്നിട്ടുണ്ട് അല്ലേ. വീറ്റ് തന്നിട്ടുണ്ട്. വീറ്റ് അന്ന് 16 രൂപയായിരുന്നു അല്ലേ, 16 ആയിരുന്നു. ഇന്നത് കൂടി 4 രൂപ കൂടി ഇൻക്രീസ്ഡ് 20 ആയി. പിന്നെ വന്നത് ക്ലോത്ത് ആണ്. ക്ലോത്ത് 2 ആയിരുന്നു. ക്ലോത്ത് നെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പിന്നെ വന്നത് ഹൗസ് റെന്റ് ആണ്. ഹൗസ് റെന്റ് തന്നത് അന്ന് 30 ആയിരുന്നു. ആ 30 എന്നുള്ളത് ഇന്ന് 15 കൂടി ഇപ്പം 45 ആയി. പിന്നെ തന്ന അതേഴ്സ് ആണ്. അതേഴ്സ് 10 rupees ആയിരുന്നു. ഓക്കെ, ആ 10 എന്നുള്ളത് ഡബിൾ ആയി, അപ്പൊ 20 ആയി. ഹൗ മച്ച്? പ്രൈസ് ഓഫ് ക്ലോത്ത് ആണ്. ഓക്കെ, അപ്പൊ അത് 2 എന്ന് പറയുമ്പോൾ ഇത് അടുത്ത കോളത്തിൽ 2 + x എന്ന് എഴുതാം. ഇനി അവർ തന്നത് പ്രൈസ് ഇൻഡെക്സ് ബൈ ആവറേജ് റിലേറ്റീവ് മെത്തേഡ്. ആവറേജ് റിലേറ്റീവ് മെത്തേഡ് അതായത് സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ്സ് ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. I സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് സിഗ്മ I/n. അപ്പൊ ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നിങ്ങൾ I ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. I നമ്മൾ പഠിക്കുന്നത് P1/P0 × 100 ആണ്.
P1 by P0 into 100. അല്ലേ? ഇത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. P1 by P0 into 100 അടിച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒന്ന് കാൽക്കുലേറ്റർ എടുത്ത് ചെയ്ത് നോക്കുക. 20 divided by 5/4, 1.25 into 100. അപ്പോൾ 125 വരും. ഇത് P1 by P0, 2 plus x divided by 2 into 100. അപ്പോൾ 1 into 100. അപ്പോൾ ഇത് വരുന്നത് 100 plus 50x. 100 plus 50x. ഇവിടെ വരുന്നത് 45 by 30. 45 by 30, 150 വരും. ഇത് 100 വരും. ഇത് 200 വരും. P1 by P0 into 100. സം ചെയ്യുമ്പോൾ 200, 150, അപ്പോൾ 350, 450, 575. 575 plus 50x. 575 plus 50x. ഇതാണ് സിഗ്മ ഐ വരെ. N4 ആണ്. ഇനി അവർ തന്നിട്ടുണ്ട് നമുക്ക് സിഗ്മ ഐ ബൈ എൻ. അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 160 ആണ്. സിഗ്മ ഐയുടെ വാല്യൂ 575 പ്ലസ് 50x ഡിവൈഡഡ് ബൈ N4 which is equal to 160. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 575 plus 50x is equal to 640. ഈ 640 575 അങ്ങോട്ട് എടുക്കുക. 50x is equal to എത്ര വരും നോക്കുക. 50x is equal to ഡിഫറൻസ് 65. അപ്പോൾ x കിട്ടുന്നത് 65 by 50, 1.3. ഒരുപക്ഷെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും നമുക്ക് ആ ഒരു പ്രത്യേക ഒരു മൊമെന്റിൽ ഇരുന്ന് ചെയ്തെടുക്കാനൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആൻസർ വരുന്നത് 1.3. ഇതിങ്ങനെ ചെയ്തു നോക്കണം. ഇത് ഇങ്ങനെ നോക്കിയാലൊന്നും ഇങ്ങനെ കിട്ടുന്നത് എന്ന് വെച്ചാൽ എല്ലാ ഓപ്ഷനും ഈ പറഞ്ഞ പോലെ 1.28 ആണ് ഒരു ഓപ്ഷൻ, മറ്റൊരു ഓപ്ഷൻ 1.3 ആണ്. ഇത് വർക്കൗട്ട് ചെയ്യാനിരിക്കുന്നതിലും നല്ലത് ഇത് സ്കിപ്പ് ചെയ്ത് കുറെ നല്ല ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതൊക്കെയാണ് ഇതിനൊരു ഐഡിയ. കിട്ടിയോ? ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഒരെണ്ണം കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഒരെണ്ണം കൂടി ഉണ്ട്. ആൻ എക്സ്പെരിമെന്റ് സക്സീഡ്സ് ട്വൈസ്. ഇതും ഈ പറഞ്ഞാൽ പെട്ടെന്നൊന്നും ചെയ്തെടുക്കാൻ പറ്റില്ല. സക്സീഡ്സ് ട്വൈസ് ആസ് ഓപ്പൺ ആസ് ഇറ്റ്സ് ഫെയിൽസ്. അതായത് ഒരു ഫെയിലിയറും 2 സക്സസും. അപ്പൊ സക്സസ് റേറ്റ് 2/3, ഫെയിലിയർ റേറ്റ് 1/3. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് നെക്സ്റ്റ് 5 ട്രയൽസ്? അപ്പൊ N 5 ആണ്. N-ന്റെ വാല്യൂ 5 ആണ്. ഓക്കെ, 5 ട്രയലിൽ there will be at least 3 സക്സസ്. അറ്റ്ലീസ്റ്റ് 3. 5 ട്രയലിൽ അറ്റ്ലീസ്റ്റ് 3 എന്ന് പറയുമ്പോൾ ഇരുന്ന് ചെയ്യുന്ന വേണം കുട്ടികളെ. അപ്പൊ 3 വേണം, 4 വേണം, എക്സിന് 5 കൊടുക്കണം. അറ്റ്ലീസ്റ്റ് 3. ഇത് കൊടുക്കാനൊന്നുമില്ല. അതാ 5C3 P³ Q². ഇത് ചെയ്ത് നോക്കണം. 5C2 5C3 അല്ല 5C4 P⁴ Q പ്ലസ് 5C5 P⁵. ഇതിൽ പിക്ക് വാല്യൂ കൊടുക്കാം. പിയുടെ വാല്യൂ 2/3. അപ്പൊ ഇങ്ങനെ വരും. ഞാൻ വേണമെങ്കിൽ ഒന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കാം. 5C3 10 ആണ്. 5C2 10. നോക്കട്ടെ. 2/3 ക്യൂബ് 2/3 ക്യൂബ് അല്ലേ? അങ്ങനെ തന്നെ എഴുതാം. 2/3 ക്യൂബ് ഇൻറ്റു Q 1/3 സ്ക്വയർ. ഓക്കെ, അടുത്ത് 5C4 5 ആണ്. 5 ഇൻറ്റു 2/3⁴ ആണ് ഇൻറ്റു 1/3. അടുത്ത് 5C5 1 ആണ്. 2/3⁵. ഓക്കെ, ആൻസർ ആയി. 10 ഇൻറ്റു. അപ്പൊ അങ്ങനെ വരും. 10 ഇൻറ്റു 2³ 8/3⁵. അടുത്ത് 5 ഇൻറ്റു 2⁴ 16. ഡിനോമിനേറ്ററിൽ 5 5 3⁵. പ്ലസ് അടുത്തത് 2⁵ 32/3⁵. ഇതാണ് ഐഡിയ. അപ്പോൾ 80 പ്ലസ് 32 ഡിവൈഡഡ് ബൈ 3⁵. കറക്റ്റ് ആൻസർ ഏതെങ്കിലും ഉണ്ടോ നോക്കി. ഇത് കട്ട് ചെയ്ത് ഒന്ന് നോക്കി കുട്ടികളെ. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ. 192 അല്ലെ? 80 160 192 by 243 3⁵. കട്ട് ചെയ്ത് നോക്കി. കട്ട് ചെയ്ത് കറക്റ്റ് ഏതെങ്കിലും ആൻസർ ഉണ്ടോ നോക്കി. കട്ട് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ആണ് അല്ലേ? 64 by അറ്റ്ലീസ്റ്റ് 3.
കറക്റ്റ് ആണ്. 62 divided by 81. കറക്റ്റ് ആൻസർ ആണ് സി കേട്ടോ. അപ്പൊ ഇങ്ങനെ ചെയ്ത് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഇതൊക്കെയാണ് അവസ്ഥ. അപ്പൊ ഒന്നും കൂടി ക്വസ്റ്റ്യൻ, നല്ല ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക. ഇങ്ങനെ ടൈം എടുക്കുന്ന ക്വസ്റ്റ്യനൊക്കെ ഒന്ന് മാറ്റി നിർത്തി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ഓക്കോട്ടെ. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ അല്ലേ? ബൈ.